എന്ത് വിഷയം ഉണ്ടായാലും സ്നേഹത്തോടെ ഡീൽ ചെയ്യണം. ഉമ്മമാർ വളരെ ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് മയക്കുമരുന്നിൻ്റെ ഒരു പ്രവണത എല്ലായിടത്തും കണ്ടുവരികയാണ്. മയക്കുമരുന്നിൻ്റെ പ്രവണത. നിങ്ങൾ വിചാരിക്കും നമ്മുടെ കുട്ടിയേക്കൊന്നും ഈ കാര്യങ്ങളില്ല. നമ്മുടെ കുട്ടിയേക്കും ഈ കാര്യങ്ങൾ വരാം. അള്ളാഹു കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാരണം മഹല്ല് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ശരിക്കും മഹല്ലിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? മഹൗലുള്ളത് എന്നാണ് അർത്ഥം. മഹൗൽ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ എന്നാണ്. ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതിൻ്റെ പേരാണ് മഹല്ല് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ഒരു ദീനീപരമായ സ്നേഹത്തിൻ്റെ, മറ്റെല്ലാ മതസ്ഥരെയും സ്നേഹിക്കുന്നതിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതിൻ്റെ പേരാണ് മഹല്ല്. അപ്പൊ ഈ മഹല്ലിൽ അന്തരീക്ഷം മാറിക്കഴിഞ്ഞാൽ നമ്മളെ കുട്ടികളും അതിൽ പെട്ടുപോകും. മയക്കുമരുന്ന് ഉപയോഗിക്കാൻ അവർ ക്ലവർലി അതിലേക്ക് ഇറങ്ങി പുറപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ വിചാരിച്ചത് നമ്മളെ കുട്ടികളൊക്കെ നല്ല മക്കളാണ്, അവരെന്തായാലും അത് ഉപയോഗിക്കൂല. ഇവരിതിലെങ്ങനെ പെടണമെന്നറിയോ? ഈ അടുത്തിടെ ഒരു കുട്ടി എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, കൗൺസിലിങ്ങിൽ പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ ആ നശിച്ച ബർത്ത്ഡേ ആണ് സാറേ എന്നെ ഇങ്ങനെയാക്കിയത് എന്ന്. ഈ കുട്ടി ബർത്ത്ഡേയിൽ പങ്കെടുത്തതാണ്, അവൻ്റെ ബർത്ത്ഡേയാണ്. ആ ബർത്ത്ഡേക്ക് പോയി. ആ ബർത്ത്ഡേക്ക് പോയപ്പോൾ ആദ്യം ബിരിയാണിയൊക്കെ കഴിച്ച് ഉഷാറായി, അതിന് മേലെ സെവനപ്പൊക്കെ കഴിച്ച് അവർ പിരിഞ്ഞു. അവസാനം രാത്രി പിന്നെയും കൂടാണ്. അവരെന്തിനു വേണ്ടിയിട്ട്? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കാൻ. അതെല്ലാം കഴിഞ്ഞിട്ടൊരു ഏതോ ഒരു ഭാഗത്ത് പോയി ഇരുന്നപ്പോൾ ഇവരുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് അവൻ അറിയില്ല. ഇവൻ്റെ ബർത്ത്ഡേയാണ്. ഇവരെന്താ ചെയ്തത്? ഇവനെ മെല്ലെ കൈ പിടിച്ചു വെച്ച്, കാല് പിടിച്ചു വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ കൊതറി. ഇവൻ സാധാരണ കുട്ടിയാണ്, ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത മോനാണ്. പക്ഷെ ബർത്ത്ഡേയുടെ അന്ന് തൻ്റെ സുഹൃത്തുക്കൾ, തൻ്റെ കാപാലികന്മാരായ സുഹൃത്തുക്കൾ എന്ന് വേണമെങ്കിൽ അവരെ വിളിക്കാം, അവർ മദ്യം അവൻ്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് ഈ കുട്ടി മദ്യപാനിയായിത്തീരുന്നത്. ഇന്നത്തെ പല സുഹൃത്തുക്കളും ഇമ്പോസ് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയാണ്. പിന്നെ സാധാരണ ഇമ്പോസ് ചെയ്യണമെന്നില്ല. കാരണം പീർ ഗ്രൂപ്പ് പിന്നെ പ്രഷർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആ പ്രഷർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട ആ കൂട്ടുകാരൻ യാത്രയിൽ പറയാണ്, ഇവിടെ ഇപ്പോൾ ആരും കാണൂലടാ, നമ്മുടെ ഒരു സിഗരറ്റ് വലിക്കല്ലേ. ആ സമയത്ത് നോ പറയാൻ ഏകദേശം 80% കുട്ടികൾക്കും കഴിയില്ല. കാരണം പീർ ഗ്രൂപ്പ് പ്രഷർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. 4-5 സുഹൃത്തുക്കൾ ഉണ്ടാകുമ്പോൾ ഞാൻ മാത്രം എങ്ങനെ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ള ഒരു ചിന്ത. അങ്ങനെ ഊട്ടിയിലേക്കുള്ള യാത്രയിൽ, മൈസൂരിലേക്കുള്ള യാത്രയിൽ ആ സമയത്ത് ഇവനൊന്ന് മെല്ലെ പുകക്കും. ആ ബീഡി വലി പിന്നെ എന്തായി മാറും? അതിൽ നമ്മുടെ ആണുങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പുകച്ചാൽ പിന്നെ നമ്മളെ കുട്ടിയൊക്കെ പോക്കൽ കുറച്ച് എളുപ്പമാണ്. നിങ്ങൾ പുകവലിയിൽ നിർത്തിയ ആൾക്കാരാ പലരും. പക്ഷേ ഇപ്പൊ കുട്ടികൾ പുകവലി മാത്രം നിർത്തൂല, അവിടെയാണ് പ്രശ്നം. നമ്മൾ പറയുന്നതല്ല കുട്ടികൾ കേൾക്കുക, നമ്മൾ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് പ്രയാസമില്ലെങ്കിൽ എല്ലാവരും ഒന്ന് കൈയൊന്ന് ഇങ്ങനെ ആക്കിയാട്ടെ, ഇതെങ്ങനെ ഒന്ന് ആക്കിയാട്ടെ, ഇതൊന്ന് ഉഷാറാക്കിയിട്ട് ആക്കിക്കോ, അവിടെ ഇരുന്നിട്ട് ആക്കിക്കോ, പ്രശ്നമില്ല. അതൊരു ട്രെയിനിങ് ആയിട്ട് കണ്ട ഒന്ന് ഉഷാറായിട്ട് ആക്കിയെന്ന് എല്ലാവരും ആക്കിക്കോ, അവിടെ ഉള്ളവരൊക്കെ ആക്കിക്കോ. ഓക്കെ റൈറ്റ്, ആക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് പെട്ടെന്നൊന്ന് താടി കൈവച്ചാട്ടെ. താടി കൈവയ്ക്കും. ഇതാണോ താടി? ഇതാണോ താടി? ആണുങ്ങളൊക്കെ തെറ്റിച്ച് താടി വെക്കാനാ ഞാൻ പറഞ്ഞത്. ഇനി എന്നെപ്പോലെ താടി നിങ്ങൾക്കില്ലെങ്കിലും വടകര ഈ പാറക്കട വരുന്ന സമയത്ത് ഇവിടെ അല്ലല്ലോ താടി. എന്തുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ വെച്ചത്? ഞാനിവിടെ വെച്ചതാ നിങ്ങൾ കണ്ടത്. ഞാൻ പറഞ്ഞതെന്താ? താടി വെക്കാനാണ്. ഉപദേശം താടി വെക്കാനാണ്. പക്ഷെ ചെയ്യൽ നെറ്റിയിൽ വെക്കലാണ്. നിങ്ങളെല്ലാവരും നെറ്റിയിലാണ് വെച്ചത്. ഇതെന്നെ കുട്ടികളെ അവസ്ഥ. നമ്മൾ കുട്ടികളെ കുറെ ഉപദേശിച്ചിട്ട് കാര്യമില്ല. നമ്മളിങ്ങനെ വീഡിയോലിക്കുക, എന്നിട്ട് മോനോട് പറയാം എന്ത്? മോൻ വലിക്കരുത്. ഇതെന്ത് ന്യായമാണ്? നമ്മളത് ആദ്യം നിർത്തി കാണിച്ചു കൊടുക്കണം. മറ്റത് കൂട്ടുകാരൻ ഇങ്ങനെ നീട്ടുമ്പോൾ ഇപ്പൊ ഒരുപാട് വലിക്കണതല്ലേ, അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് മോനാണ്ട് വിധി എഴുതാൻ. പക്ഷേ കുറേ ദിവസം കഴിഞ്ഞിട്ട്, കുറേ കാലം കഴിഞ്ഞിട്ട് എന്താകും? അവൻ സിഗരറ്റിന് പകരം ഈ കുട്ടികൾ തന്നെ, ഇവൻ അറിഞ്ഞിട്ടുണ്ടാകൂല, അതിൻ്റെ ഉള്ളിൽ നിന്നും ഇതിൻ്റെ സാധനങ്ങളൊക്കെ മാറ്റി, ടൊബാക്കോ മാറ്റിയിട്ട്, പുകയില മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് മരിജുവാന എന്നത് കയറ്റും. മരിജുവാന കഞ്ചാവിൻ്റെ ശാസ്ത്രീയ നാമമാണ്. എന്ന് വെച്ചാൽ മരിജുവാന കയറ്റിയിട്ട് അതായിരിക്കും വലിപ്പിക്കുക. പിന്നത്തെ ഊട്ടിയുടെ യാത്രയിൽ ചിലപ്പോൾ സിഗരറ്റിന് പകരം ഇവൻ വലിക്കുക ഇതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ മക്കൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഓരോ സ്ത്രീകളും ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമ്മുടെ കുട്ടികളെ അതിലേക്ക് പോവാതെ ശ്രദ്ധിക്കുക എന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികൾ പിന്നീട് വലിക്കുന്നത് ഇതായിരിക്കാം. അവരതിലേക്ക് ഇമ്പോസ് ചെയ്യേണ്ട കാര്യമില്ല. പീർ എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട്, അവിടെ പ്രിയപ്പെട്ട കൂട്ടുകാർ. ആ പിയർ ഗ്രൂപ്പ് എന്താകും? പ്രഷർ ചെയ്യും, മോനെ വലിക്കടാന്ന്. കുറേ വട്ടം പറയുമ്പോൾ ഇവൻ അങ്ങോട്ട് വലിച്ചു. മദ്യം അവർ കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ ബിയർ കുപ്പി ഉണ്ടാകും.
ഞാനൊരു ഉദാഹരണം പറയാം. കുറേ കുട്ടികൾ ട്രാപ്പിൽ കുടുങ്ങിയത് നമ്മളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളോട് പറയാണ്. എന്നിട്ട് പറയും ഇത് വലിയ പ്രശ്നമൊന്നുമില്ല, ഇത് ആൽക്കഹോൾ അല്ല, നോൺ ആൽക്കഹോളിക് ബീറാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് കുടിപ്പിക്കും. ഇങ്ങനെ കുട്ടികൾ കൂട്ടുകാരുടെ വലയിൽപ്പെട്ടിട്ടാണ് ഇത് കൂടുതലും ഉപയോഗിക്കുന്നത്. ഇപ്പൊ അവർക്ക് കുറച്ചും കൂടി ഈസിയാണ്. എന്താ കാര്യം? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റാമ്പ് സൈസിലാണ് ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളത്. നിങ്ങളൊക്കെ നാടുകളിൽ ചിലപ്പോൾ അത് ഉണ്ടാകാം, ഇല്ലാതിരിക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ കണ്ട സാധാരണ സ്റ്റാമ്പ് തന്നെ. ആ സ്റ്റാമ്പ് നാവിൽ വെച്ച വേറെ ലോകത്തേക്ക് അവൻ കടന്നു പോവാണ്. എത്ര ഈസിയാണ് ഇത് ബാഗിൽ കൊണ്ടുനടക്കാൻ. സ്കൂളുകാർക്ക് പോലും കണ്ടെത്താൻ പറ്റുന്നില്ല. ഇന്നലെ എന്തായാലും ഇത് പിന്നെ ഉദ്യോഗസ്ഥന്മാർ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. സ്കൂളുകളുടെ ഭാഗത്തൊക്കെയുള്ള ചെറിയ ചെറിയ കച്ചവടക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനങ്ങളൊക്കെ അങ്ങനെ നടക്കാം. പക്ഷെ എന്നാലും നമ്മുടെ കുട്ടികളുടെ ഉള്ളിൽ നിന്നത് ചിന്തിച്ചിട്ട് കണ്ടെത്തിയിട്ടില്ല എങ്കിൽ അവരെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കില്ല. ഉപയോഗിക്കുന്നവർ എവിടെ പോയാലും ഉപയോഗിക്കും. അതിൽ നിയമപാലകർ ഒരുപാട് മെനക്കെടുന്നുണ്ട്. പക്ഷേ ചില സർക്കാരുകളുടെ പോളിസി, ഞാൻ അതിലേക്ക് പോകുന്നില്ല. എല്ലാ സ്ഥലത്തും മദ്യപാനം അങ്ങനെ തുടങ്ങിയിട്ട്, എല്ലാ സ്ഥലത്തും ബീവറേജസ് തുടങ്ങിയിട്ട് ഇനി ആരും മദ്യപിക്കരുതെന്ന് പറയുന്നത് യുക്തിഭദ്രമല്ല. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികൾ ഇതിൽ പെടാതെ നോക്കണം. ഇവൻ പെൺകുട്ടികൾക്ക് വരെ പറയുന്നത് നമുക്ക് മടിയുണ്ട്, പക്ഷേ രക്ഷിതാക്കൾ ഉണ്ടായതുകൊണ്ട് പറയാണ്. പെൺകുട്ടികൾക്ക് വരെ ലിപ്സ്റ്റിക് ഇറങ്ങിയിട്ടുണ്ട്, പെൺകുട്ടികൾക്ക് കണ്ണിലുറ്റിക്കാൻ ഡ്രോപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ ചിലപ്പോൾ നമ്മുടെ ഗ്രാമങ്ങളിൽ പോലും അവൈലബിൾ ആകുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ജാഗ്രതയോടു കൂടി നിൽക്കുക എന്നതാണ്. കാരണം ഇത് കൃത്യമായി നമുക്ക് പിടുത്തം കിട്ടാത്ത ഒരു ലോകമാണ്. ആദ്യം ഇതിൻ്റെ സിംറ്റംസ് നമ്മൾ അറിയണം. കുട്ടിയുടെ രൂപം മാറുന്നത്, ഭാവം മാറുന്നത്, പെട്ടെന്ന് ദേഷ്യക്കാരനാകുന്നത്, പെട്ടെന്ന് ചിലപ്പോൾ ഇരിക്കുന്നത്, റൂമടക്കുന്നത്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ആ ഭാഗത്തേക്ക് ഞാൻ അധികം പോകുന്നില്ല, അത് നിങ്ങൾക്ക് കൂടുതൽ ഭയപ്പാടാകും. പക്ഷേ നമ്മുടെ മക്കളെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുവരപ്പെട്ടാൽ, ഡി അഡിക്ഷൻ സെന്ററിൽ നിങ്ങൾ പോകുമ്പോൾ അവിടെ 7ാം ക്ലാസ്സുകാരനുണ്ട്, 10ാം ക്ലാസ്സുകാരനുണ്ട്, 12ാം ക്ലാസ്സുകാരനുണ്ട്. അവരൊക്കെ ഇങ്ങനെ കയ്യും മുഷ്ടിയും ചുരുട്ടിയിട്ട് ഞങ്ങൾക്കത് ആദ്യം ഡോക്ടറെ സാർ എന്ന് വിളിക്കും, പിന്നെ ഡോക്ടറെ എന്ന് വിളിക്കും, പിന്നെ എടാ എന്ന് വിളിക്കും. കാരണം ഇവനക്ക് എങ്ങനെയെങ്കിലും ഇത് കിട്ടണം. അത്രയും വലിയ അഗ്രസീവായിട്ട് അവൻ മാറുന്നത് ഡി അഡിക്ഷൻ സെന്ററിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ അതിലേക്ക് പോകാതെ കാത്തു സൂക്ഷിക്കണമെന്ന ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. ഞാൻ നെഗറ്റീവ് പറയുകയല്ല. ഇതില്ലാതെയാക്കാൻ എന്താ വഴി? മയക്കുമരുന്ന് വേണ്ട, മറ്റത് വേണ്ട, ഇത് വേണ്ട, അത് വേണ്ട. ഇതിനെന്താ പരിപാടി? ഏറ്റവും നല്ല രീതിയിൽ കുട്ടികൾക്ക് ലക്ഷ്യം വെച്ചു കൊടുത്തുകൊണ്ട് പഠിപ്പിക്കുക എന്നതാണ്. വേറെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. മൊത്തത്തിൽ ഇവിടെ രാത്രിയാന്ന് വിചാരിച്ചോ, ലൈറ്റൊക്കെ ഇങ്ങനെ അലോചനുണ്ട്, അതേപോലെ തന്നെ ഇവിടെ ലൈറ്റുകളുണ്ട്. പെട്ടെന്ന് ലൈറ്റ് അങ്ങോട്ട് പോയി, കറണ്ട് പോയി, ജനറേറ്റർ ഇല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഈ മൈക്കിലൂടെ ഇരുട്ടേ പോ എന്ന് പറഞ്ഞുകൊണ്ട് 1000 വട്ടം പറഞ്ഞാലും ഇരുട്ട് പോകില്ല, വെളിച്ചം വരില്ല. അതുകൊണ്ട് ഇതിനെതിരെ പ്രസംഗിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാനൊരു ഉണർത്തുപാട്ട് എന്ന പോലെ പറഞ്ഞു പോവാണ്. വെറും പ്രസംഗം കൊണ്ടൊരു കാര്യമില്ല. പക്ഷേ അവിടെ ഒരു വെളിച്ചം നമ്മൾ കത്തിച്ചു വെച്ചാൽ, കരണ്ട് പോയാൽ ഇവിടെ ജസ്റ്റ് ഒരു ട്യൂബെങ്കിലും നിങ്ങൾക്ക് കത്തിക്കാൻ പറ്റിയാൽ അവിടെ വെളിച്ചമായി. അതുകൊണ്ട് നമ്മൾ ഇരുട്ടിനെ കുറിച്ച് കൂടുതൽ പറയാതെ അവിടെ വെളിച്ചം കത്തിവെച്ചു വെക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ആ ശ്രമത്തിന്റെ ഭാഗമാണ് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ